മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാൻ 1:11 സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:11 അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. നമ്മുടെ കർത്താവ് പല അവസരങ്ങളിലും പലയിടങ്ങളിൽ നിന്നും നിഷ്കാസിതനായിട്ടുണ്ട്. പക്ഷെ താൻ ഒരിക്കലും നിരാശനായില്ല. കാരണം താൻ മനുഷ്യരുടെ മുഖത്തല്ല, പിതാവായ ദൈവത്തിന്റെ മുഖത്താണ് നോക്കിയത്. മറ്റുള്ളവർ നിരാകരിച്ചപ്പോഴും പിതാവിന്റെ മുഖത്തെ അംഗീകാരഭാവം ഈശോയെ ധൈര്യപ്പെടുത്തി. നസ്രത്തിലെ സിനഗോഗിൽ താൻ ആദ്യമായി പ്രസംഗം ചെയ്തു. ശ്രോതാക്കൾ ഈശോയെ മലയുടെ വക്കിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലുവാനൊരുങ്ങി. അവരുടെ ഇടയിൽ നിന്നും ഈശോ രക്ഷപ്പെട്ടു. ഭൂതബാധനെ സൗഖ്യമാക്കിയതിനെ തുടർന്ന് പന്നിക്കൂട്ടം കടലിൽ ചാടി ചത്തു. വിവരമറിഞ്ഞ നാട്ടുകാർ ഈശോയോട് തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. മറ്റൊരവസരത്തിൽ സ്വന്തം സഹോദരന്മാർ പോലും തന്നോട് പ്രസിദ്ധനാകാനാണ് ആഗ്രഹമെങ്കിൽ ജെറുസലേമിലേക്ക് പൊയ്ക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ഇതിലൊന്നും ഈശോ കുലുങ്ങിയില്ല. നാം പ്രതീക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും നിരാശരാകാറുണ്ട്. എന്നാൽ നാം നിരാശരാകാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിച്ചാൽ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. ഈജിപ്തിൽ അടിമകളായിരുന്ന ജനത്തിന് നേതൃത്വം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കുവാൻ ചെന്ന മോശയെ അവർ അംഗീകരിച്ചില്ല. എന്നാൽ പിന്നീട് മോശയെ തന്നെ ദൈവം അവരുടെ നേതാവായിട്ട് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജനം മോശയെ അംഗീകരിച്ചു. ജോസഫിനെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അവരുടെ സംരക്ഷകനാകാൻ ദൈവം ഇടയാക്കി. കർത്താവായ ഈശോയെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞെങ്കിലും അനേക കോടി ജനങ്ങൾ ഇന്ന് ഈശോയെ ആരാധിക്കും. ആധുനിക ഇസ്രായേലിനെ സഹായിക്കുന്നത് ക്രൈസ്തവ രാജ്യങ്ങളാണ്. തള്ളിക്കളഞ്ഞ കല്ലുകളെ മൂലക്കല്ലുകളായി ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ലോകം തിരസ്കരിക്കുന്നവരെ ദൈവം അംഗീകരിക്കും. ഈ അംഗീകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.